അച്ഛനെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് യുവൻ ചോദിക്കും. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോന്റെ കല്യാണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ടേക്കും കൂടെ കയറാന്ന് വിചാരിച്ചു എന്ന് അച്ഛൻ കാഷ്വലായിട്ട് മറുപടി പറയും. വീടിന് ഒരു മാറ്റവും ഇല്ലല്ലോ, നല്ല ഗാർഡൻ ആണല്ലോ എന്നൊക്കെ ഇയാള് പരിചയഭാവത്തിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും. അമ്മയ്ക്ക് ദേഷ്യം കൂടി വരുവാണെന്ന് യുവങ്ങനെ മനസ്സിലാവും. ടേസൂപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പരിചയഭാവത്തില് ടേസൂപ്പിന്റെ അടുത്ത് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് പരിചയം എന്ന് അമ്മ യുവങ്ങിന്റെ അടുത്ത് ചോദിക്കും. കഴിഞ്ഞ ദിവസം അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്തതാണെന്ന് അവൾ അമ്മയോട് പറയും. ഇത്രയും നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു, എന്റെ കടമകളൊന്നും ചെയ്തില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഇനി അങ്ങനെയല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. യുവങ്ങിന്റെ കല്യാണമൊക്കെ ആവുകയാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് വേണമല്ലോ. യുവങ്ങനെ ടേസൂപ്പിന്റെ കൂടെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. നീ ഒറ്റയ്ക്ക് വളർത്തിയത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ റിലേഷനിലൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം കൂടും. അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് ഉടനെ യുവൻ ഇടയ്ക്ക് കയറി പറയും. ഇയാളിങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന കാണുമ്പോഴത്തേക്കിനും അമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയാം, പക്ഷെ നമുക്ക് ഇനി ഒരുപാട് സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള രീതിക്ക് അച്ഛൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താ ഈ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അമ്മ തിരിച്ച് ദേഷ്യപ്പെടും. ടേസൂപ്പ് നിൽപ്പുണ്ടെന്ന് അമ്മയെ യുവൻ ഓർമ്മിപ്പിക്കുമ്പോൾ അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ടേസൂപ്പിന്റെ അടുത്ത് പറയും. ഞങ്ങള് 10-20 വർഷമായിട്ട് ഒരുമിച്ചല്ല താമസിക്കുന്നത്, ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്, വെറുതെ ആക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് ആക്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. ഒന്നുകിൽ നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങാമെന്ന് അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് ഒട്ടും മാറ്റം ഇല്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അമ്മ ടേസൂപ്പിനെ നോക്കിയിട്ട് നമുക്ക് വേറൊരു ദിവസം മീറ്റ് ചെയ്ത് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അകത്ത് കയറും. അവള് ടേസൂപ്പിന്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവള് പുറകെ അമ്മയുടെ റൂമിലേക്ക് ചെയ്യും. ടേസൂപ്പ് ഇവിടെ ഉണ്ടെന്ന് ആലോചിച്ചെങ്കിലും അമ്മയ്ക്ക് പെരുമാറിക്കൂടായിരുന്നോ? എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത്? ഇത്രയും നാണം കിട്ടതിന് ശേഷം ഞാൻ ഇനി എങ്ങനെയാണ് ടേസൂപ്പിന്റെ മുഖത്ത് നോക്കുക? അമ്മ എന്തിനാണ് വേറൊരു ദിവസം കാണാന്ന് പറഞ്ഞത്? എങ്ങനെയാണ് ഇനി ടേസൂപ്പിനെ വീണ്ടും അമ്മ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് യുവൻ അമ്മയടുത്ത് ദേഷ്യപ്പെടും. നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് അമ്മ പറയുന്നുണ്ടേ. കുറച്ചു മുമ്പേ അവിടെ നിന്ന് ദേഷ്യപ്പെടാൻ നേരത്തെ അമ്മയ്ക്ക് വയ്യാഴികയൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പൊ പെട്ടെന്ന് എന്താണ് പ്രശ്നം? അമ്മ സെൽഫിഷ് ആണ്, അമ്മയെ പറ്റി മാത്രമേ ആലോചിക്കുന്നുള്ളൂ, എന്നെ പറ്റി കൂടി പലപ്പോഴും ആലോചിക്കണം. അമ്മയ്ക്ക് അമ്മയുടെ ശരികൾ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെ പറ്റി ആലോചിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവള് വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ നിനക്കും എന്നെ സഹിക്കാൻ വയ്യെങ്കിൽ നീ ഇവിടെ നിൽക്കണമെന്ന് എനിക്കില്ല, ഞാനിവിടെ കുറച്ച് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഒറ്റയ്ക്ക് കഴിയുന്നതെന്ന് അമ്മ അവളോട് പറയും. ആ ദേഷ്യത്തിന് അവളെ ഡ്രസ്സെല്ലാം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും. അമ്മ കുറച്ച് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ടേസൂപ്പ് കൊണ്ടുവന്ന ഗിഫ്റ്റ്സ് എല്ലാം അവിടെ വെച്ചിട്ടാണ് പോയേക്കുന്നത്. നമുക്ക് തന്നെ ബൊക്കയുടെ കൂടെ ഒരു നോട്ടും ഉണ്ട്. അമ്മയ്ക്ക് ഈ ബൊക്ക ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു, ഇവങ്ങനെ ഞാൻ നല്ലതുപോലെ നോക്കിക്കോളാം, എന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടും, എന്നെ അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ എഴുതിയേക്കുന്നത്. എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ യുവൻ നിൽക്കുന്നുണ്ട്. ടേസൂപ്പിന്റെ കോള് വരും. അവള് പുറത്താണെന്ന് അറിയുമ്പോൾ അവൻ വന്ന് അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അച്ഛന്റെ കാര്യം വരുമ്പോൾ അമ്മ എക്സ്ട്രാ സെൻസിറ്റീവ് ആണ്, അച്ഛനെന്നും അങ്ങനെ തന്നെ ആയിരുന്നു, അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ അപ്പോളജൈസ് ചെയ്യുന്ന രീതിക്കാണ് യുവൻ ടേസൂപ്പിന്റെ അടുത്ത് സംസാരിക്കുന്നത്. പക്ഷെ അവൻ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആലോചിച്ച് വിഷമിക്കാതെ പോയി കടന്നോളൂ എന്നാണ് അവളുടെ അടുത്ത് പറയുന്നത്. ടേസൂപ്പ് ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഹോള് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് പോകും. യുവൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കിനും അവൻ ഹോളൊക്കെ ചെക്ക് ചെയ്ത് രാവിലത്തേക്കുള്ള ഫുഡൊക്കെ ആയിട്ടാണ് തിരിച്ചു വരുന്നത്. ഞാൻ വീട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, കുറച്ച് ദിവസം ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ പോവാണെന്ന് പറയുന്നുണ്ടേ. അത് വേണ്ട, വീട്ടിൽ പോകാൻ തീരുമാനിക്കുന്നത് വരെ ഇവിടെ നിന്നോളാനായിട്ട് ടേസൂപ്പ് അവളുടെ അടുത്ത് പറയും. ടേസൂപ്പാണ് യുവനെ രാവിലെ കൊണ്ടുവിടുന്നതെന്ന് യങ്മിൻ കാണും. സംഭവിച്ച കാര്യങ്ങളൊക്കെ യുവൻ യങ്മിന്റെ അടുത്ത് പറയും. അമ്മയടുത്ത് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ട്, പക്ഷെ ഇത്രയും പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇനി ഇത് പറഞ്ഞു തീർക്കേണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കൺസേൺസ് എല്ലാം യുവൻ ഷെയർ ചെയ്യും. അന്ന് വൈകിട്ട് ടേസൂപ്പ് വീട്ടിലേക്ക് വരുന്നത് യുവങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ്. വീട്ടിലിടാൻ സ്ലിപ്പേഴ്സ്, ഹെയർ ബൺ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ അവൻ വാങ്ങിയിട്ടുണ്ടാവും. ടേസൂപ്പ് തോട്ട്ഫുൾ ആണെന്ന് അവൾ തിരിച്ചറിയും. പിറ്റേ ദിവസം ഓഫീസിലേക്ക് പോകുമ്പോൾ ടേസൂപ്പിന് അമ്മയുടെ കോള് വരും. അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല, പക്ഷെ നീ എന്തായാലും വന്ന് വരണം, നമുക്ക് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കണം എന്നാണ് അമ്മ അവനോട് പറയുന്നത്. പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങളുടെ ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്ത് കൊടുക്കൂ, എൻ്റെ എംപ്ലോയി കാർഡ് ഉപയോഗിച്ച് ഡിസ്കൗണ്ട് കിട്ടും, സ്യൂട്ട് റൂം തന്നെ ഞാൻ ബുക്ക് ചെയ്യാം, ആ കാർഡ് വന്ന് ഫുഡൊക്കെ കഴിച്ച ഒരു ദിവസം റിലാക്സ്ഡ് ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് പോകാലോ എന്ന് യുവൻ സജസ്റ്റ് ചെയ്യും. ടേസൂപ്പ് സമ്മതിക്കും. അമ്മ വിളിച്ചില്ലേന്ന് അവൻ യുവങ്ങിന്റെ അടുത്ത് ചോദിക്കും. ഇല്ല, ഞാനത് പ്രതീക്ഷിച്ചതാണ്, ഞാനില്ലെങ്കിലും അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു എന്ന് അവൾ സങ്കടത്തോടെ പറയും. അമ്മ വീണ്ടും അടുത്ത ഹെൽത്ത് ചെക്കപ്പിന് ചെന്നൈക്കാണ്.
ആളെ കൂട്ടാതെ ചെന്നതിന് നഴ്സ് അമ്മയെ വഴക്ക് പറയും. മറ്റൊരാളെ കൂടി എന്തിനാണ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, എന്തിനാണ് അവരെ വിഷമിപ്പിക്കുന്നതെന്ന് അമ്മ ചോദിക്കുന്നുണ്ടേ. അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ചെല്ലുന്നുണ്ടേ വീട്ടിലുള്ള ആളുകളുടെ അടുത്തൊക്കെ കണ്ടീഷനെ കുറിച്ച് പറയണമെന്ന് നഴ്സ് അമ്മയുടെ അടുത്ത് പറയും. ജീസുവിന്റെ ഡ്രാമയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് ഡയറക്ടറുടെ അടുത്ത് യാത്ര പറയുന്നുണ്ടേ ഇയാളുടെ അമ്മ വന്നിട്ടുണ്ട്, ഗസ്റ്റ് അപ്പിയറൻസ് ആണ് ഈ ഡ്രാമയിലെന്ന് ഡയറക്ടർ അവനോട് പറയും. അവൻ അന്നേരമാണ് അതിനെപ്പറ്റി അറിയുന്നത്. ഞങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നുണ്ട് ജീസു അങ്ങോട്ടേക്ക് ചെല്ലും. നിങ്ങൾ എന്തിനാണ് ഇതിൽ അഭിനയിക്കാൻ സമ്മതിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഈ സെറ്റിലെ എല്ലാവരും വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു. ഞാൻ ഡയറക്ടറുടെ സിനിമയിൽ നിന്ന് പിന്മാറിയത് കൊണ്ടാണ് അതെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ ആവശ്യത്തിന് ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിനക്ക് എന്നെ കാണുന്നത് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം, പക്ഷെ നിന്റെ കരിയർ ഇല്ലാതാകുന്നതിനെക്കാട്ടി നല്ലതല്ലേ എന്ന് അവർ ചോദിക്കും. അന്നേരത്തേക്ക് സെറ്റിലെ പല ആളുകളും ജംഗയെ വന്ന് കാണുകയും അവരെ ഗ്രീറ്റ് ചെയ്യുകയും ജീസുവിന്റെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അവനെ ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയാവും. അടുത്ത അവരെ എടുക്കുന്ന സീൻ ജംഗയും ജീസുവായിട്ടുള്ള കോമ്പിനേഷൻ സീനാണ്. പക്ഷെ അവന് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇയാളുടെ അമ്മ ഇവിടെ ഉള്ളത് കൊണ്ട് നെർവസ് ആവുകയാണോ എന്നൊക്കെ ഡയറക്ടറൊക്കെ ചോദിക്കും. കുറെ ടേക്ക് പോവും. അവന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ജംഗയ്ക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവന്റെ അഭിനയം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ഒക്കെ ജംഗ അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ജീസു അഭിനയിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും അവനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന രീതിക്കൊക്കെ സംസാരിക്കും. അത് കേൾക്കുമ്പോൾ ജംഗയ്ക്കും ജീസുവിനും ഒരുപോലെ സന്തോഷമാവും. തൽക്കാലം സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കാനാണ് പിന്നീട് ഡയറക്ടർ അവനോട് പറയുന്നത്. ഷൂട്ടെല്ലാം കഴിയുമ്പോൾ നീ നന്നായി അഭിനയിക്കുന്നുണ്ട്, ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയാം, പക്ഷെ സെറ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപഠിക്കാനുണ്ട്. ആ സമയം അതിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. നല്ലൊരു ഏജൻസി കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ കരിയറിൽ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നന്നായി പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ജംഗ അവിടുന്ന് പോകുന്നത്. ടേസോപ്പിന്റെ അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആവും. കേക്ക് ഡെലിവറി ചെയ്യാൻ ചെല്ലുന്നത് യുഎങ് തന്നെയാണ്. അമ്മയ്ക്കും അച്ഛനും അവളെ കാണുമ്പോൾ സന്തോഷവും. ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാനൊക്കെ പറയും. ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ ചെല്ലുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുക്കും. അവരെത്ര ഹാപ്പി ആയിട്ടാണ് അവരുടെ ലൈഫ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് യുഎങ് നോക്കും. അമ്മയായിട്ട് സംസാരിക്കാതിരിക്കുന്നതിൽ ഓക്കെ ആണോ എന്ന് ടേസോപ്പ് യുഎങ്ങിന്റെ അടുത്ത് ചോദിക്കും. അമ്മ വിളിക്കണം, അപ്പോളജൈസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം, പക്ഷെ അമ്മയ്ക്കും അമ്മയുടേതായിട്ടുള്ള ശരികളുണ്ടാവും. അമ്മയ്ക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും, നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് അമ്മയെ ഒന്ന് വിളിക്കാൻ ശ്രമിക്കാത്തത് എന്താണ്, അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണമെന്ന് ടേസോപ്പ് യുഎങ്ങിന്റെ അടുത്ത് പറയും. പിറ്റേ ദിവസം ഞാൻ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് യുഎങ് ടേസോപ്പിന്റെ അടുത്ത് പറയും. വൈകിട്ട് ചെന്ന് അവളുടെ ഡ്രസ്സെല്ലാം എടുത്ത് അവിടുന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിലും അമ്മയടുത്ത് വഴക്കുണ്ടാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവിടെ തിരിച്ച ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ ചെക്ക് ഇൻ ചെയ്യും. ടേസോപ്പ് അന്നേരം അവളെ വിളിക്കും. വീട്ടിലെത്തിയോ, അമ്മയടുത്ത് സംസാരിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ടയേർഡാണ്, അമ്മയടുത്ത് കുറച്ചും കൂടി സംസാരിക്കാനുണ്ട്, ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവള് കോള് കട്ട് ചെയ്യും. വീട്ടിലേക്ക് പോയില്ല എന്ന് ടേസോപ്പിന്റെ അടുത്ത് പറയുന്നില്ല. ജംഗയെ അന്വേഷിച്ച് ജീസുവിന്റെ അച്ഛൻ സെറ്റിലേക്ക് വരും. അത് ജംഗ ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. വിളിച്ചിട്ടൊന്നും ജംഗ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് അയാള് സെറ്റിലേക്ക് ചെല്ലുന്നത്. എന്റെ ലോയർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ജംഗ അയാളോട് ചോദിച്ചു. ഇത്രയും നാൾ നല്ല രീതിക്കല്ലേ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? ഇത്രയും കാലം നമ്മൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത ലൈഫ് ഒന്നും അല്ലായിരുന്നു എന്ന് പ്രിറ്റൻഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നിനക്ക് ഇനിയും എന്താണ് വേണ്ടതെന്ന് ജംഗയടുത്ത് ജീസുവിന്റെ അച്ഛൻ ചോദിക്കും. ഈ ഡിവോഴ്സ് വാർത്ത പുറത്തു വരുവാണെങ്കിൽ നിന്നെ ആളുകൾ മോക്ക് ചെയ്യും, നിന്റെ കരിയർ തന്നെ പ്രശ്നത്തിലാവും. അതിനെക്കുറിച്ച് എന്താണ് ആലോചിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ആളുകൾ എന്നെ കളിയാക്കാനായിട്ട് ഞാൻ നിന്നു കൊടുക്കത്തില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്യും. അതെന്താണ് നിങ്ങൾ ആലോചിക്കാത്തതെന്ന് ജംഗ തിരിച്ചു ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വരും. എന്ത് തെറ്റിദ്ധാരണയാണ് നീ തിരുത്താനായിട്ട് പോകുന്നത്? നമ്മൾ രണ്ടുപേരും കരിയറിന്റെ പീക്കിലാണ്, എന്റെ കരിയർ ഇല്ലാതാക്കാനായിട്ടാണോ നീ ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അയാള് വയലന്റ് ആവും. ആ സമയത്ത് ജീസു അങ്ങോട്ടേക്ക് വന്ന് അയാളെ പിടിച്ചു മാറ്റും. നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്റെ സ്റ്റെപ്പ് മദറിനെ നിങ്ങളുടെ അടുത്തുനിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് അവൻ തിരിച്ചു പറയും. അയാൾക്കൊന്നും പറയാൻ പറ്റാതെ ആയിപ്പോ. നിങ്ങളുടെ രണ്ടാമത്തെ മാരേജും ഇങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്, അറ്റ്ലീസ്റ്റ് ആ ഒരു കാര്യത്തിലെങ്കിലും നിങ്ങൾ കൺസിസ്റ്റന്റ് ആണല്ലോ എന്നൊക്കെ അയാളെ കളിയാക്കി അവൻ പറയും കൂടി ചെയ്യും. ആളുകളൊക്കെ നോക്കുന്നതെന്ന് മനസ്സിലാവുമ്പോൾ അയാൾക്ക് ഒന്നും പറയാൻ പറ്റാതെ അവിടുന്ന് ഇറങ്ങി പോകേണ്ടി വരും. ജംഗ ആകെ ഷോക്കിലാണ്. കയ്യിൽ നിന്ന് പോയ ബാഗ് ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ജീസു ആണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ജംഗ വീട്ടിൽ പോകാൻ പേടിച്ചിട്ട് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യും. അങ്ങനെ അത് യുഎങ്ങിനെ ഹോട്ടലിൽ നിന്ന് അറിയിക്കും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് യുഎങ് മെസ്സേജ് അയക്കുമ്പോൾ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ജംഗ അവളെ വിളിച്ച് ചോദിക്കും. അവിടെ ചെല്ലുന്നുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് മാറി കുറച്ച് ദിവസമായിട്ട് ഇവിടെയാണ് നിൽക്കുന്നതെന്ന് അവിടെ ജംഗയടുത്ത് പറയും. ജീസു അന്നേരം എന്തോ കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരും. അവനാണെങ്കിൽ ആരാണ് കൂടെ ഇരിക്കുന്നതെന്നും ശ്രദ്ധിക്കുന്നില്ല. ജീസുവിനെ കാണുമ്പോൾ യുഎങ് അവനെ പേര് വിളിക്കും.
നിങ്ങൾക്ക് പരസ്പരം എങ്ങനെ അറിയാമെന്ന് ജംഗ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് ജീസു പറയും. അങ്ങനെയാണെങ്കിൽ നീ കൂടി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തോളൂ എന്ന് ജംഗ ജീസുവിന്റെ അടുത്ത് പറയും. സ്നേഹത്തിന്റെ എല്ലാ മുഖങ്ങളും ഞാനിപ്പോൾ കണ്ടു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ജംഗ പറയും. അത് കേൾക്കുമ്പോൾ ജീസുവിന് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവൻ ഇത്രയും കാലം ജംഗയോട് നന്നായിട്ടല്ല പെരുമാറിക്കൊണ്ടിരുന്നതെന്ന് ജീസുവിന് അറിയാം. ജംഗ എത്രമാത്രം ആ ലൈഫിൽ വിഷമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത്. എന്തിനാണ് അമ്മയടുത്ത് വഴക്കുണ്ടാക്കിയതെന്ന് ജംഗ യുവങ്ങിന്റെ അടുത്ത് ചോദിക്കും. അവൾ അവിടെയാണ് കുറച്ച് ദിവസമായിട്ട് താമസിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ജംഗയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരാളെ ഇംപ്രസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നല്ല കാര്യങ്ങൾ മാത്രമേ അയാളോട് പറയാവൂ, നല്ല വശങ്ങൾ മാത്രമേ അയാളെ കാണിക്കാവൂ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അമ്മ അയാളോടെല്ലാം തുറന്നു പറഞ്ഞു. അതെനിക്ക് എംബാരസിംഗ് ആയിട്ട് തോന്നിയെന്ന് യുവങ് പറയും. ആരെയാണ് ഉദ്ദേശിക്കുന്നത് ജീസുവിന് മനസ്സിലാവുന്നുണ്ട്. ലൈഫിൽ അങ്ങനെയാണ്, എംബാരസിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവാന്നൊക്കെ ജംഗ പറയുമ്പോൾ രണ്ടുപേരും മിണ്ടാതെ അത് കേട്ടോണ്ടിരിക്കും. നിനക്ക് അങ്ങനെ എന്തെങ്കിലും തുറന്നു പറയാനുണ്ടോ എന്ന് ജീസുവിന്റെ അടുത്ത് ജംഗ ചോദിക്കും. പക്ഷെ ഒന്നുമില്ലാന്നാണ് അവൻ പറയുന്നത്. എന്നിട്ട് അവർ രണ്ടും കൂടി ജംഗയെ റൂമിൽ കൊണ്ടുവിടും. എന്ത് സംസാരിക്കണമെന്ന് രണ്ടുപേർക്കും അറിയത്തില്ല. ഒരു ഓക്വേർഡ്നെസ് രണ്ടുപേർക്കും ഇടയിലുണ്ട്. ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരുന്നത് കൊണ്ട് ജീസുവിന്റെ കൂടെ യുഎങ് പുറത്തേക്ക് വരും. ആക്ടിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് ജീസുവിന്റെ അടുത്ത് യുഎങ് ചോദിക്കും. അവരെ കുറച്ച് സമയം സംസാരിച്ച് കഴിയുമ്പോൾ ഇയാൾ എവിടെയാണെന്ന് ടേസൂപ്പിന് അറിയാമോ എന്ന് ജീസു ചോദിക്കും അവളുടെ അടുത്ത്. ഇല്ലാന്ന് അവള് പറയുമ്പോൾ അത് സാരമില്ല, ചില സമയത്ത് മനുഷ്യരങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഹൈഡ് ചെയ്യാനൊരു സ്ഥലം ഉണ്ടോ എന്നായിരിക്കും നമ്മൾ ആദ്യം അന്വേഷിക്കുക. അന്നാ ഞാനും എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അമ്മയുടെ ഗ്രേവിൽ പോയത് അതുകൊണ്ടാണ്. പക്ഷെ ഇയാൾ എന്നെ അന്വേഷിച്ച് അവിടെ വന്നപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യാൻ ഒരാളുണ്ടല്ലോ എന്നൊരു സന്തോഷമാണ് തോന്നിയത്. നമ്മളുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഒരു ധൈര്യം വരും. ഇയാൾ എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിരിക്കുകയും ചെയ്തു. യുവങ്ങിന്റെ അമ്മ വേസ്റ്റ് കളയാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതന്നെയാണ് ടേസൂപ്പ് അവിടേക്ക് ചെല്ലുന്നത്. അവൻ അമ്മയെ ഹെൽപ്പ് ചെയ്യും. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഇയാളെ പെട്ടെന്ന് സ്റ്റാർട്ടിൽ ആയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് അമ്മ അപ്പോളജൈസ് ചെയ്യും. ഞാനും ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നമാണ്, അതിന്റെ പേരിൽ യുവങ്ങിനെ പറ്റി മോശമായിട്ടൊന്നും വിചാരിക്കരുതെന്ന് പറയുമ്പോൾ യുവങ്ങിനെ എനിക്ക് വലിയ കാര്യമാണെന്ന് അവൻ അമ്മയടുത്ത് പറയും. യുവൻ സുഖമായിട്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് അവർക്ക് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്നതിൽ താങ്ക്സ് എന്നൊക്കെ അമ്മ പറയുന്നത് തന്നെയാണ് അവൾ തിരിച്ച് വീട്ടിലേക്ക് ചെന്നിട്ടില്ല എന്ന് ടേസൂപ്പിന് മനസ്സിലാവുന്നത്. അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവൻ ഒന്നും പറയത്തില്ല. ടേസൂപ്പ് യുവങ്ങിനെ വിളിച്ചു നോക്കും. അങ്ങനെ ഹോട്ടലിൽ മീറ്റ് ചെയ്യും. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയില്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എവിടെയായിരുന്നു താമസിക്കുന്നതെന്ന് അവൾ അന്നേരം തുറന്നു പറയും. അവൻ നിർബന്ധിച്ചത് കൊണ്ടാണ് അവള് പോകാമെന്ന് സമ്മതിച്ചത്. അവൾക്ക് അവളുടേതായിട്ടുള്ള സമയം വേണമായിരുന്നു എന്ന് ടേസൂപ്പും തിരിച്ചറിയും. അതിനവൻ അപ്പോളജൈസ് ചെയ്യുമ്പോൾ അത് സാരമില്ല, അധികം ദിവസം ഇയാളുടെ വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടിക്കാൻ എനിക്കും ആഗ്രഹമില്ലായിരുന്നു എന്ന് യുവൻ പറയും. ഇയാൾക്ക് എപ്പോഴാണോ തിരിച്ചു പോകണമെന്ന് തോന്നുന്നത് അന്നേരം പോയാൽ മതി, പക്ഷെ ഇതുപോലെ എൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ഹൈഡ് ചെയ്യാതിരുന്നാൽ മാത്രം മതി എന്ന് ടേസൂപ്പ് പറയുമ്പോൾ യുവൻ സമ്മതിക്കും. ടേസൂപ്പ് അവന്റെ എക്സിബിഷന്റെ ഇൻവിറ്റേഷൻ അവൾക്ക് കൊടുക്കും. പിറ്റേ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് ദിവസത്തേക്കുണ്ടാവും, ഫ്രീ ആവുമ്പോൾ ഒന്നിച്ച് പോകാമെന്ന് പറയും. യുവൻ അതും സമ്മതിക്കും. പെട്ടെന്ന് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് യുവൻ അമ്മയ്ക്ക് മെസ്സേജ് അയക്കും. അമ്മ അന്നേരം തന്നെ തിരിച്ചു വിളിക്കും. എനിക്ക് നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കണം, ജോലി കഴിയുമ്പോൾ ഹോട്ടലിലേക്ക് വരാമോ, ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ എന്ന് യുവൻ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവും. അമ്മ സമ്മതിക്കും. ടേസൂപ്പിന്റെ അച്ഛനും അമ്മയും വെഡിങ് ആനിവേഴ്സറിക്ക് അവിടെ ചെന്നപ്പോൾ ഇയാളുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഇതുവരെ അമ്മയെ അവിടെ കൊണ്ടുവന്നിട്ടില്ല എന്ന് യുവൻ ഓർക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് അവിടെ മീറ്റ് ചെയ്യാമെന്ന് അവൾ അമ്മയടുത്ത് പറയുന്നത്. വൈകിട്ട് അമ്മ ഹോട്ടലിലേക്ക് വരും. യുവങ്ങിനെ കൈ കാണിക്കും. യുവങ്ങും സന്തോഷത്തോടെ കൈ കാണിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അമ്മ ബോധം കെട്ട് താഴെ വീഴും. എന്താണ് സംഭവിക്കുന്നതെന്ന് യുവങ്ങിന് മനസ്സിലാവുന്നില്ല. അന്നേരം തന്നെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എന്ത് ചെയ്യണം എന്നറിയാതെ പാനിക് ആയിട്ട് യുവൻ വിളിക്കുന്നത് ടേസൂപ്പിനെയാണ്. അവന്റെ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അടുത്ത ടേൺ അവന്റെയാണ്. കാര്യങ്ങളൊക്കെ ടേസൂപ്പ് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. പക്ഷെ യുവങ്ങിന്റെ കോള് വന്നതുകൊണ്ട് എല്ലാം ജിൻസുവിനെ ഏൽപ്പിച്ചിട്ട് അവൻ ഇവിടുന്ന് പോകും. ഞാൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ നേരത്തെ അമ്മയെ വിളിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് യുവൻ കരയുമ്പോൾ ടേസൂപ്പ് അവളെ ആശ്വസിപ്പിക്കും. അതിനുശേഷം ഡോക്ടർ വരുന്നതന്നെയാണ് കാര്യങ്ങളൊക്കെ അവൾ അറിയുന്നത്. അമ്മ അവളോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ഡോക്ടർക്കും മനസ്സിലാവും. തൽക്കാലം പേടിക്കാനായിട്ട് ഒന്നുമില്ല, പക്ഷെ കുറച്ച് ദിവസം ഇവിടെ അഡ്മിറ്റ് ആയിട്ടിരിക്കട്ടെ, ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ എന്ന് ഡോക്ടർ പറയും. ജിൻസുവിന്റെ മെസ്സേജ് വരും ടേസൂപ്പിന്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ, പക്ഷെ നന്നായിട്ട് എല്ലാം പ്രസന്റ് ചെയ്തു എന്ന് അസ്യൂം ചെയ്യരുതെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ എന്തായാലും ടേസൂപ്പ് അവന് താങ്ക്സ് പറയും. അന്നേരമാണ് എക്സിബിഷന്റെ പ്രീമിയർ അന്നായിരുന്നു എന്ന് യുവൻ ഓർക്കുന്നത്. ഞങ്ങൾ കാരണം ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട, അങ്ങോട്ടേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അമ്മയും യുവങ്ങും അവനെ പറഞ്ഞു വിടും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് ടേസൂപ്പ് അവരോട് പറയും. നമ്മൾ തമ്മിൽ വഴക്കുണ്ടായി പിണങ്ങിയിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം, പക്ഷെ എന്തുകൊണ്ടാണ് ഇത് എന്നോട് പറയാതിരുന്നതെന്ന് യുവൻ അമ്മയടുത്ത് ചോദിക്കും.
ഇന്ന് ഞാൻ പറയാനിരിക്കുകയായിരുന്നു, എന്റെ ടൈമിംഗ് എപ്പോഴും ടെറിബിൾ ആണെന്ന് നിനക്ക് അറിയാലോ എന്ന് അമ്മ തിരിച്ചു ചോദിക്കും. എന്നിട്ട് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളോട് പറയും, നിന്റെ അച്ഛനും ഞാനും തമ്മിൽ യാതൊരു ചർച്ചയില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും എനിക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല. നിന്റെ അച്ഛൻ്റെ കൂടെ ജീവിക്കുമ്പോഴും ഞാൻ എന്നും ലോൺലി ആയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. അച്ഛൻ്റെ അടുത്ത് ആർഗ്യൂ ചെയ്യാനും അയാളെ മാറ്റാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലും എളുപ്പം എൻ്റെ ഒറ്റപ്പെടലുമായിട്ട് പൊരുത്തപ്പെടുന്നതാണെന്ന് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി. നിനക്ക് പക്ഷെ നിന്റെ അച്ഛനെ ആവശ്യമുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോയത്. എനിക്ക് നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നീയായിരുന്നു എൻ്റെ സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ മറ്റൊന്നും കാര്യമാക്കാതിരുന്നതെന്ന് അമ്മ അവളോട് പറയും. ഞാൻ നിന്നെ വിഷമിപ്പിച്ചു എന്ന് എനിക്കറിയാം. ആ ദിവസം അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ലായിരുന്നു. എൻ്റെ ലൈഫുമായിട്ട് പൊരുത്തപ്പെട്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ വീണ്ടും ഒന്നും സംഭവിക്കാത്ത കൂട്ട് കയറി വന്നിട്ട് അങ്ങനെയൊക്കെ ആക്ട് ചെയ്തപ്പോൾ ഇത്രയും വർഷം ഞാൻ അടക്കി വെച്ച ദേഷ്യം എല്ലാം പുറത്തു വന്നതാണ്. പക്ഷെ ഞാനത് നിയന്ത്രിക്കണമായിരുന്നു എന്ന് അമ്മ പറയുന്നുണ്ടേ. അമ്മയുടെ തെറ്റല്ല, ഞാൻ അമ്മയും മനസ്സിലാക്കണമായിരുന്നു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്, ഞാൻ അതൊന്നും മീൻ ചെയ്തില്ല എന്ന് അമ്മയ്ക്ക് അറിയാലോ എന്ന് അവൾ തിരിച്ചും ചോദിക്കും. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. പേടിക്കാനൊന്നുമില്ല, വർഷത്തിലൊരിക്കല് വന്നിട്ട് റൂട്ടീൻ ചെക്കപ്പ് നടത്തിയാൽ മതി എന്ന് ഡോക്ടർ അമ്മയടുത്ത് പറയും. പക്ഷെ ആങ്ഷ്യസ് ആവരുത്, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം, നന്നായിട്ട് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞാണ് വിടുന്നത്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ടേസൊക്കെ നല്ലൊരു പയ്യനാണ്. അവൻ ഇടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നീ സുഖമായിട്ടിരിക്കുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ അമ്മ പറയും. അന്നേരമാണ് യുവൻ അതൊക്കെ അറിയുന്നത്. അവന്റെ എക്സിബിഷൻ അന്നും കൂടിയേ ഉള്ളൂ, നിന്നെ അവൻ എന്തായാലും അവിടെ പ്രതീക്ഷിക്കും, അതുകൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് അമ്മ അവളെ പറഞ്ഞു വിടും. എക്സിബിഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് യുവൻ അവിടേക്ക് എത്തുന്നത്. അവളെ കാണുമ്പോൾ ടേസൂപ്പിന് സന്തോഷമാവും. യുവങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്ത ചെയർ ടേസൂപ്പ് അവൾക്ക് കാണിച്ചു കൊടുക്കും. എത്രമാത്രം ടേസൂപ്പ് അവളെ പറ്റി ചിന്തിക്കുന്നുണ്ട്, അവളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് യുവങ്ങിന് മനസ്സിലാവും. തിരിച്ചും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അവള് ടേസൂപ്പിന് വാക്ക് കൊടുക്കും.